ഇതിൽ ഓരോന്നിനെ കുറിച്ചും വിശദീകരിക്കാം. എന്തു തന്നെയാണെങ്കിലും ചെറുക്കൻ, ഒരുത്തൻ എന്നീ രൂപങ്ങളെ നിർവചിക്കാൻ ഉപയോഗിക്കുന്ന സമീപനം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന, അതായത് കൃത്യമായി പറഞ്ഞാൽ 2024 ഓഗസ്റ്റ് 8 നടന്ന HSST മലയാളം പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇതിന്റെ കോഡ് 106/24 ആയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷയിൽ ചോദിച്ചിരുന്ന മലയാളം ചോദ്യങ്ങളിലൂടെയും പെഡഗോഗി ചോദ്യങ്ങളിലൂടെയും GK ചോദ്യങ്ങളിലൂടെയും നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇന്നത്തെ സെഷനിൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും മാത്രമേ പറയുന്നുള്ളൂ. വിശദാംശങ്ങളും വിശദീകരണങ്ങളുമായിട്ട് മറ്റൊരു സെഷനിൽ നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ ആ 100 ചോദ്യങ്ങളിലേക്ക്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: വിഭക്ത്യന്ത സംസ്കൃത പദം ഈ തന്നിട്ടുള്ളതിൽ ഏതാണ്? പുബീഗിരെ, മണ്ഡന്തി, ഭവന്തി, ഓട്ടം. ഏതാണ് ശരിയായ ഉത്തരം? ഭവന്തി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം: ഉത്തമ പുരുഷ സർവനാമത്തെ കുറിക്കുന്ന പുരുഷ പ്രത്യയം ചേർന്ന രൂപം ഇതിൽ ഏതാണ്? വന്താർ, വീണാൾ, അറിന്താൻ, അറിന്തേൻ. ഇവിടെ ഓപ്ഷൻ എ വന്താർ, അവർ വന്നു എന്നുള്ളതാണ്. വീണാൾ, അവൾ വീണു എന്നുള്ളതാണ്. അറിന്താൻ എന്നുള്ളത് അവൻ അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അവൻ അല്ലെങ്കിൽ അവൾ എന്ന വാക്കുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ തന്നെയും തേർഡ് പേഴ്സൺ അഥവാ പ്രഥമ പുരുഷ സർവനാമമാണ്. ഓപ്ഷൻ ഡി അറിന്തേൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏൻ അറിഞ്ഞു, അതായത് ഞാൻ അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത്? ഉത്തമ പുരുഷ സർവനാമത്തെ കുറിക്കുന്ന പുരുഷ പ്രത്യയം ചേർന്ന രൂപം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ചുവടെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ഭാഷ രസത്തേക്കാൾ ഏറിയിരിക്കുന്നത് ഉത്തമ മണിപ്രവാളമാണ്. ഭാഷ സംസ്കൃതത്തെക്കാൾ കൂടിയിരിക്കുന്നത് ഉത്തമ മണിപ്രവാളമാണ്. വാച്യാർത്ഥത്തെക്കാൾ രസം ഏറിയത് ഉത്തമ മണിപ്രവാളമാണ്. ഭാഷയും രസവും കുറഞ്ഞിരിക്കുന്നത് അധമ മണിപ്രവാളമാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഭാഷ രസത്തേക്കാൾ ഏറിയിരിക്കുന്നത് ഉത്തമ മണിപ്രവാളമാണ്. രസമാണ് ഏറിയിരിക്കേണ്ടത്, ഭാഷയല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ തെറ്റായ പ്രസ്താവനയാണ്. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: യോഗജന്യ വികാരം സന്ധി എന്ന നിർവചനം വന്ന വ്യാകരണ ഗ്രന്ഥം ഇവയിൽ ഏതാണ്? വ്യാകരണമിത്രം, മലയാഴ്മയുടെ വ്യാകരണം, ലീലാതിലകം, കേരള പാണിനീയം 1-ാം പതിപ്പ്. ശരിയായ ഉത്തരം AR രാജരാജവർമ്മയുടെ കേരള പാണിനീയത്തിന്റെ 1-ാം പതിപ്പിലാണ് യോഗജന്യ വികാരം സന്ധി എന്ന നിർവചനം നമുക്ക് കാണാനാവുക. അടുത്ത ചോദ്യം ഇതാണ്: ഖിലോപ സംഗ്രഹം എന്ന നയം സാധൂകരിക്കാൻ കേരള പാണിനി നൽകുന്ന ഘടന ഇതിൽ ഏതാണ്? കുളിച്ചു വന്നു, കുളിച്ചാൽ വരാം, കുളിക്കാൻ വന്നു, കുളിച്ചു നിന്നു. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ് കുളിക്കാൻ വന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് ആറാമത്തെ ചോദ്യം: പ്രത്യയം ഭാവി രൂപജം എന്ന് ഏത് പ്രത്യയത്തെ കുറിച്ചാണ് പറയുന്നത്? ഭാവികാല പ്രത്യയമാണോ, പ്രകാര പ്രത്യയമാണോ, പുരുഷ പ്രത്യയമാണോ, നിഷേധ പ്രത്യയമാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രകാര പ്രത്യയത്തെ കുറിച്ചാണ് പ്രത്യയം ഭാവി രൂപജം എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വിഭക്തി ആഭാസം അല്ലാത്ത രൂപമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 3 വിഭക്തി ആഭാസമാണ്, 1 മാത്രം വിഭക്തി ആഭാസമല്ല. കോഴിക്കോട്ടേക്ക് പോയി, കടലിലോട്ട് ചാടി, കടലിലേക്ക് ചാടി, കടലിൽ ചാടി. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി കടലിൽ ചാടി എന്നുള്ളതാണ് ആ വിഭക്തി ആഭാസം അല്ലാത്ത രൂപം, അല്ലെ? ഓട്ട്, അതുപോലെ തന്നെ ഓട്ട എന്നുള്ളതാണ് ഓപ്ഷൻ എയിലും ബിയിലും കാണാനാവുക. അതുപോലെ ഓപ്ഷൻ സിയിലോ ഇരട്ടിപ്പാണ്. ഇൽ ക്ക്, രണ്ടും കൂടി ഇൽ ഏക്ക് 3 ചേർന്ന വിഭക്തിയാണ്. അപ്പോൾ അതും വിഭക്തിയുടെ നോർമൽ ആയിട്ടുള്ള രൂപമല്ല, വിഭക്തി ആഭാസത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇവിടെ ഓപ്ഷൻ ഡിയിൽ കടലിൽ ആധാരിക വിഭക്തി പ്രത്യയം മാത്രമാണ് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടത് വിഭക്തി ആഭാസം അല്ല. അടുത്തത് എട്ടാമത്തെ ചോദ്യം: 8 തുകയിൽ പെടാത്തത് ഇതിൽ ഏതാണ്? നറ്റിണയാണോ, അകനാന്നൂറാണോ, പരിപാടലാണോ, മുല്ലൈപ്പാട്ടാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുല്ലൈപ്പാട്ട്. മുല്ലൈപ്പാട്ട് 8 തുകയിൽ പെടുന്നില്ല. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സാഖ്യ ദർശനത്തെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഇതിൽ ഏതാണ്?
ഓപ്ഷൻ എ സാഖ്യ പ്രവചന സൂത്രം ഇതിൽ ഉൾപ്പെടുന്നു. ഓപ്ഷൻ ബി കപില മഹർഷിയുമായി ഇത് ബന്ധപ്പെടുന്നു. ഓപ്ഷൻ സി സാഖ്യം എന്നത് ഈ ദർശനത്തിന് സംഖ്യയുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന ദർശനങ്ങളിൽ ഒന്നാണ് സാഖ്യ ദർശനം. ഇത് ഉത്തരം പ്രസിദ്ധീകരിച്ച സമയത്ത് PSC ഉത്തരം പ്രസിദ്ധീകരിച്ച സമയത്ത് ഈ ചോദ്യം ഡിലീറ്റ് ആക്കി കളയുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാലും ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് എന്ന് വിചാരിക്കുന്നു. സാഖ്യം എന്നത് ഈ ദർശനത്തിന് സംഖ്യയുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇതിൽ പ്രധാന പ്രമേയമായിട്ട് വരുന്നത് പ്രകൃതിയും പുരുഷനുമാണ്. പിന്നെ സംഖ്യാപ്രവചന സൂത്രം ഇതുമായി ബന്ധപ്പെടുന്നതാണ്. കപില മഹർഷിയാണ് ഇതിന്റെ പ്രോദ്ഘാടകനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഏറ്റവും പ്രാചീന ദർശനങ്ങളിൽ ഒന്നുമാണ് സാഖ്യ ദർശനം. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്ന് കരുതുന്നതാണ് ഉത്തമം എന്ന് തോന്നുന്നു. അടുത്തത് 10ാമത്തെ ചോദ്യത്തിലേക്ക്. ചേരമണ്ഡലത്തിൽ പെടുന്ന ദേശം ഇതിൽ ഏതാണ്? കുടം, മധുര, തഞ്ചാവൂര്, തിരുച്ചിറപ്പള്ളി. നമുക്കറിയാം കുട്ടാക്കുട, കർക്ക, വേൺ, പൂഴി നാടിലെ തമിഴാണ് പിൽക്കാലത്ത് മലയാളമായി ചമഞ്ഞത് എന്ന് കേരള പാണിനീയ പീഠികയിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം ഇതിൽ കുട്ടാക്കുട, കർക്ക, വെൺ, പൂഴി നാടിൽ ഏതുമാത്രമാണ് ഇതിലുള്ളത്? കുടം നാടാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ കുടമാണ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അനുഷ്ഠാന കലകൾ ഉൾപ്പെടുന്ന ഗണം ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ തുള്ളൽ, അർജുന നൃത്തം. ഓപ്ഷൻ ബി കഥകളി, കാവടിയാട്ടം. ഓപ്ഷൻ സി തീയാട്ട്, പടയണി. ഓപ്ഷൻ ഡി കഥകളി, തുള്ളൽ. ശരിയായ ഉത്തരം വളരെ എളുപ്പമാണ്. അനുഷ്ഠാന കലകൾ ഉൾപ്പെടുന്ന ഗണം തീയാട്ടും പടയണിയുമാണ് എന്ന് നിസ്സംശയം പറയാം. തുള്ളലും കഥകളിയും ഏതിൽ പെടുന്നതാണ്? ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ പെടുന്നതാണ്. അതുകൊണ്ട് എയും ബിയും സിയും നമുക്ക് എളുപ്പത്തിൽ ഒഴിവാക്കാവുന്നതാണ്. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. തെക്കൻ പാട്ടുകൾ അല്ലാത്ത ഗണം ഏതാണ്? ഇരവിക്കുട്ടിപ്പിള്ള പോര്, ഉലകുട പെരുമാൾ പാട്ട്, കന്നഡിയാൻ പോര്, അഞ്ചുതമ്പുരാൻ പാട്ട്, അഞ്ചുതമ്പുരാൻ പാട്ട്, എടനാടൻ പാട്ട്, കന്നഡിയാൻ പോര്, ഉലകുട പെരുമാൾ പാട്ട്. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. അഞ്ചുതമ്പുരാൻ പാട്ടും എടനാടൻ പാട്ടും. അത് വടക്കൻ പാട്ടും അതുപോലെ എടനാടൻ പാട്ടുമാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേരളത്തിൽ ഞാറ്റുവേല മനസ്സിലാക്കുന്നത് എങ്ങനെയായിരുന്നു? സൂര്യനെയും അശ്വതി നക്ഷത്രത്തെയും പരിഗണിച്ച്, ചന്ദ്രന്റെ ഗതിയും സൂര്യന്റെ നിലയും അനുസരിച്ച്, സൂര്യന്റെ ഗതിയും കാറ്റിന്റെ വേഗവും അനുസരിച്ച്, സൂര്യന്റെ ശക്തിയും ഓപ്ഷൻ ഡി സൂര്യന്റെയും ശുക്രന്റെയും ഗതി അനുസരിച്ച്. ഏതാണ് ശരിയായ ഉത്തരം? നമുക്കറിയാം 27 ഞാറ്റുവേലയാണുള്ളത്. അത് 27 നാളുകളുടെ പേരിലാണ്, അതായത് നക്ഷത്രങ്ങളുടെ പേരിലാണ്. അശ്വതി, ഭരണി, കാർത്തിക തുടങ്ങി രേവതി നക്ഷത്രം വരെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. സൂര്യനെയും അശ്വതി നക്ഷത്രത്തെയും പരിഗണിച്ച്. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയുടെ പുസ്തകങ്ങളുടെ ഗണം ഇതിൽ ഏതാണ്? ഫോക്ലോർ നിഘണ്ടു, നാടോടി വിജ്ഞാനീയം. ഓപ്ഷൻ ബി ഫോക്ലോർ നിഘണ്ടു, ഫോക്ലോർ സിദ്ധാന്തങ്ങൾ. ഓപ്ഷൻ സി നാടോടി വിജ്ഞാനീയം, മുടിയേറ്റ് നാടോടി നേരരങ്ങ്. ഓപ്ഷൻ ഡി നാടോടി വിജ്ഞാനീയം, ഫോക്ലോർ സിദ്ധാന്തങ്ങൾ. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഡിഗ്രിക്കും PGക്കും മറ്റും പഠിക്കുമ്പോൾ നമ്മുടെ റെഫറൻസ് ഗ്രന്ഥത്തിൽ ഉൾപ്പെടുന്ന ആ 2 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഫോക്ലോർ നിഘണ്ടുവും നാടോടി വിജ്ഞാനീയവുമാണ്. ഇതിന്റെ രണ്ടിന്റെയും കർത്താവ് ആരാണ്? ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയാണ്. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. സ്വനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ജോഡി ഇതിൽ ഏതാണ്? കറി, തടി, കരി, കറി, കാരി, താടി, വാക്ക്, തോക്ക്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. സ്വനം കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് കരി, കറി എന്നീ ജോഡികളാണ്. 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അനുനാസിക വർണ്ണം ജനിക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഉച്ഛ്വാസവായുവിൽ കുറച്ച് മൂക്കിലൂടെയും സ്വതന്ത്രമാകുന്നു. ഓപ്ഷൻ ബി വായുവിലൂടെ മാത്രം ഉച്ഛ്വാസവായു പുറത്തേക്ക് വരുന്നു. ഘടിതാലുവിൽ നാവിന്റെ മധ്യഭാഗം തടസ്സമുണ്ടാക്കുന്നു. ഓപ്ഷൻ ഡി ഉച്ഛ്വാസവായു ചുണ്ടുകൾ ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുന്നു. നമുക്കറിയാം അനുനാസിക വർണ്ണം എന്ന് പറയുന്നത് തന്നെ മൂക്കുമായി ബന്ധപ്പെട്ടതാണ്. ഉച്ഛ്വാസവായുവിൽ കുറച്ച് മൂക്കിലൂടെയും സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് അനുനാസിക വർണ്ണം കൃത്യമായി ഉച്ചരിക്കാൻ സാധിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്.
16 ഓപ്ഷൻ എ ആണ്. 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മലയാളത്തിലെ ബദ്ധ രൂപിമങ്ങളുടെ ഗണം ഇതിൽ ഏതാണ്? ഉടേ, തുടി, കല്ല്, മാട്, ഉടേ, അൻ. ഓപ്ഷൻ ഡി അൻ, ആന. ഏതാണ് ശരിയായ ഉത്തരം? എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും. സ്വതന്ത്ര രൂപിമങ്ങളല്ല, മറ്റൊന്നിന്റെ കൂടെ നിന്നാൽ മാത്രം നിലനിൽപ്പുള്ള അത്തരം ബദ്ധരൂപിമങ്ങളുടെ ഗണം. ഓപ്ഷൻ എയിൽ ഉടേ എന്ന ബദ്ധരൂപിമം ഉണ്ടെങ്കിലും തുടി എന്നുള്ളത് സ്വതന്ത്രമാണ്. ഓപ്ഷൻ ബിയിൽ കല്ലും മാടും സ്വതന്ത്ര രൂപിമങ്ങളാണ്. ഓപ്ഷൻ ഡിയിൽ അൻ എന്നുള്ളത് ബദ്ധരൂപിമമാണെങ്കിലും ആന എന്നുള്ളത് സ്വതന്ത്ര രൂപിമമാണ്. അപ്പോ പ്രത്യയങ്ങൾ ചേരുന്ന ഓപ്ഷൻ സി ആണ്. ഉടേ എന്നുള്ളത് സംബന്ധിക വിഭക്തി പ്രത്യയവും അൻ എന്നുള്ളത് പുല്ലിംഗ പ്രത്യയവുമാണ്. അതുകൊണ്ട് അത് രണ്ടും ബദ്ധരൂപിമങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. 18ാമത്തെ ചോദ്യം ഇതാണ്. ഉപരൂപിമം വരാത്ത ഘടന ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ഓടി, ഓപ്ഷൻ ബി കണ്ടു, ഓപ്ഷൻ സി നിന്നു, ഓപ്ഷൻ ഡി കരഞ്ഞു. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ ഓടി എന്നുള്ളതാണ് ഉപരൂപിമം വരാത്ത ഘടന. അടുത്ത ചോദ്യത്തിലേക്ക് 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വാക്യത്തിന്റെ ബാഹ്യഘടന ആന്തരഘടനയിൽ നിന്നാണ് എന്ന് പറഞ്ഞത് ഓപ്ഷൻ എ ഭക്തിനാണോ, ഓപ്ഷൻ ബി നോം ചോംസ്കി ആണോ, ഓപ്ഷൻ സി ബ്ലൂംഫീൽഡ് ആണോ, ഓപ്ഷൻ ഡി എഡ്വേർഡ് സബീർ ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നോം ചോംസ്കി ആണ് വാക്യത്തിന്റെ ഘടന ആന്തരഘടനയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞത്. 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചെറുക്കൻ, ഒരുത്തൻ എന്നീ രൂപങ്ങളെ നിർവചിക്കാൻ ഉപയോഗിക്കുന്ന സമീപനം ഇതിൽ ഏതാണ്? അവശിഷ്ട രൂപമാണോ, പ്രാഗ്ഭാഷയാണോ, സദൃശ്യ സൃഷ്ടിയാണോ, ബാഹ്യ പുനഃസൃഷ്ടിയാണോ? ഇതിൽ ഓരോന്നിനെ കുറിച്ചും വിശദീകരിക്കാം. എന്തു തന്നെയാണെങ്കിലും ചെറുക്കൻ, ഒരുത്തൻ എന്നീ രൂപങ്ങളെ നിർവചിക്കാൻ ഉപയോഗിക്കുന്ന സമീപനം സദൃശ്യ സൃഷ്ടിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 21ാമത്തെ ചോദ്യത്തിലേക്ക്. എണ്ണയ്ക്കുണ്ടായ അർത്ഥപരിണാമം ഇവയിൽ ഏതാണ്? അർത്ഥാദേശം, അർത്ഥവികാസം, അർത്ഥസങ്കോചം, അർത്ഥോന്നതി. ഏതാ ശരിയായ ഉത്തരം? എണ്ണ എന്ന വാക്ക് എള്ളിൽ നിന്നുണ്ടാക്കുന്ന തൈലം, ആ അർത്ഥത്തിലാണ് എണ്ണ എന്ന വാക്കുണ്ടായത്. ഇന്ന് ഏത് എണ്ണയെ കുറിക്കാനും എണ്ണ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അത് മണ്ണെണ്ണയാകട്ടെ, പാമോയിൽ ആകട്ടെ, വെളിച്ചെണ്ണയാകട്ടെ, നല്ലെണ്ണയാകട്ടെ. അപ്പൊ എണ്ണയ്ക്കുണ്ടായ പരിണാമം എന്താണ്? അർത്ഥ വികാസമാണ്. ഒന്നിൽ നിന്ന് മാത്രം ഉണ്ടായിരുന്നത് മറ്റു പലതിലേക്കും വികസിച്ചിരിക്കുന്നു. അർത്ഥവികാസത്തിന് ഉദാഹരണം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഭരതൻ അവതരിപ്പിച്ച 4 വൃത്തികളിൽ ഭാഷയോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഭാരതി, ഓപ്ഷൻ ബി കൈശികി, ഓപ്ഷൻ സി സാത്വതി, ഓപ്ഷൻ ഡി ആരഭടി. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ പോലും ഇല്ലെങ്കിലും നമ്മൾ ഉത്തരം പറയും. ശരിയായ ഉത്തരം ഭാരതിയാണ്. ഭാരതി ശരിയായ ഉത്തരം. 23ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഔചിത്യം എന്നതിന് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഇതിൽ ഏതാണ്? 1. കാവ്യത്തിന് സ്ഥിരവും ജീവിതഭൂതവുമായിരിക്കുന്നത്. 2. രസാശ്രയമായിരിക്കുന്ന ഗുണം. 3. ദോഷരഹിതമായ പദവിന്യാസ ഭംഗി. 4. രസസിദ്ധമായ കാവ്യത്തിന്റെ സ്ഥിരമായ ജീവിതം. ഇതിൽ ഏറ്റവും യോജിക്കുന്നത് ഏത് എന്നതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇത് 4ഉം ഔചിത്യം എന്നതിന് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകളാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. നോക്കാം. ക്ഷേമേന്ദ്രന്റെ അഭിപ്രായ പ്രകാരം ജീവിതത്തിന്റെ സമഗ്ര ചൈതന്യത്തെയും ജീവിതവ്യമാക്കുന്ന തത്വമാണ് ഔചിത്യം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ 1ാമത്തെ പ്രസ്താവന ശരിയാണ്. 2ാമത്തെ പ്രസ്താവനയിലേക്ക് വരുമ്പോൾ രസഭംഗത്തിന് കാരണം അനൗചിത്യമാണ് എന്ന് സൂചിപ്പിച്ച് ഔചിത്യാനുവർത്തനം രസത്തിന്റെ തന്ത്രരഹസ്യമാണ് എന്ന് ആനന്ദവർദ്ധനൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നതായി കാണാം. അപ്പൊ 2ാമത്തെ പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. 3. പദത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ദോഷരഹിതമായ പദവിന്യാസ ഭംഗിയാണ് ഔചിത്യം എന്നായിരുന്നു 3ാമത്തെ പ്രസ്താവന. ദാ നോക്കൂ, 27 ഔചിത്യ ബിന്ദുക്കൾ കാവ്യത്തിലുണ്ട് എന്ന് ക്ഷേമേന്ദ്രൻ പറയുന്നു. അതിലേതൊക്കെയാ ഉൾപ്പെടുന്നത്? പദം, വാക്യം, ഗുണം, അലങ്കാരം, രസം, ക്രിയ, പ്രബന്ധാർത്ഥം തുടങ്ങിയ ഔചിത്യ സ്ഥലികളാണ് അവ എന്ന് ആര് രേഖപ്പെടുത്തുന്നുണ്ട്? ക്ഷേമേന്ദ്രൻ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏതും ഉൾപ്പെട്ടിരിക്കുന്നു? പദവും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോ 3ാമത്തെ പ്രസ്താവനയും ശരിയാണ്.
നാലാമത്തെ പ്രസ്താവന എന്തു തന്നെയായിരുന്നു? ക്ഷേമേന്ദ്രന്റെ അഭിപ്രായം അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. രസസിദ്ധമായ കാവ്യത്തിന്റെ സ്ഥിരമായ ജീവിതമാണ് ഔചിത്യം എന്ന് ഉള്ള പ്രസ്താവനയാണ് നാലാമത്തെ പ്രസ്താവന. ഇതാര് പറഞ്ഞിട്ടുണ്ട്? കാവ്യത്തിന്റെ സ്ഥിര ജീവിതം ഔചിത്യം തന്നെയാണ് എന്ന് മഹിമഭട്ടൻ സ്ഥാപിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 4 പ്രസ്താവനകളും ശരിയാണ്. അക്കാരണം കൊണ്ടായിരിക്കാം ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അടുത്തത് 24ാമത്തെ ചോദ്യം. വാക്യത്തിന്റെ വാച്യാർത്ഥ പ്രതീതിക്ക് ശേഷം വേറെ ഒരർത്ഥം കൂടി സ്ഫുരിക്കുന്നതിനെ എന്തു പറയാം? അഭിധാമൂല വ്യഞ്ജനയാണോ, ലക്ഷണാമൂല വ്യഞ്ജനയാണോ, ജഹൽ ലക്ഷണയാണോ, അജഹൽ ലക്ഷണയാണോ? ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. അഭിധാമൂല വ്യഞ്ജനയ്ക്കാണ് എന്തു പറയുന്നത്? വാക്യത്തിന്റെ വാച്യാർത്ഥ പ്രതീതിക്ക് ശേഷം വേറെ ഒരർത്ഥം കൂടി സ്ഫുരിക്കുന്നതിനെയാണ് അഭിധാമൂല വ്യഞ്ജന എന്ന് വിളിക്കുന്നത്. 25ാമത്തെ ചോദ്യത്തിലേക്ക്. അനുഭാവം എന്നതിന് ഇണങ്ങുന്ന പ്രസ്താവന ഇതിൽ ഏതാണ്? 1. കാവ്യത്തിലെ നാടകീയ അംശത്തെ പരിപുഷ്ടമാക്കുന്നത്. 2. വാഗ് അംഗാഭിനയം കൊണ്ട് അർത്ഥം സിദ്ധമാകുന്നത്. 3. ലോക സ്വഭാവത്തിൽ നിന്നും സംസിദ്ധമാകുന്നതും ലോകയാത്രയെ പിന്തുടരുന്നതും. 4. ലോക സ്വഭാവത്തെ അനുകരിച്ച് നാട്യത്തിൽ സാധ്യമാകുന്നത്. ഇതിൽ ഏതാണ് അനുഭാവം? വിഭാവ, അനുഭാവ, വ്യഭിചാരി, സംയോഗ, രസനിഷ്പത്തി എന്ന നിർവചനത്തിലെ അനുഭാവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൽ 3ാമത്തെ പ്രസ്താവനയൊഴിച്ച് ബാക്കി 3ഉം തന്നെ അനുഭാവത്തിന് ഇണങ്ങുന്ന പ്രസ്താവനകളാണ്. കാവ്യത്തിലെ നാടകീയാംശത്തെ പരിപുഷ്ടമാക്കുന്നത് അനുഭാവമാണ്. വാഗാംഗ അഭിനയം കൊണ്ട് അർത്ഥം സിദ്ധമാകുന്നത് അനുഭാവത്തിലൂടെയാണ്. ലോക സ്വഭാവത്തെ അനുകരിച്ച് നാട്യത്തിൽ സാധ്യമാകുന്നതും അനുഭാവം തന്നെ. അപ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 1, 2, 4 എന്നൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ ചോദ്യവും ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭർതൃഹരി വാക്കിന് നൽകിയ വർഗീകരണങ്ങൾ ഏവ? ഓപ്ഷൻ പോലും ഇല്ലെങ്കിലും നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. ഏതാണ്? പരാപശ്യന്തി, മധ്യമ, വൈഖരി എന്നിങ്ങനെയാണ് ഭർതൃഹരി വാക്കിനെ വർഗീകരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വളരെ എളുപ്പമുള്ളത്. ഗ്രന്ഥങ്ങളും രചയിതാക്കളും പൗരസ്ത്യ സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വശത്ത് മമ്മടൻ, ധനഞ്ജയൻ, ഭോജൻ, രാജശേഖരൻ എന്നിവരാണുള്ളത്. മറുവശത്ത് ദശരൂപകം, കാവ്യമീമാംസ, കാവ്യപ്രകാശം, സരസ്വതി കണ്ഠാഭരണം എന്നിവയാണ് ഉള്ളത്. എളുപ്പം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ദശരൂപകത്തിന്റെ കർത്താവ് ആരാണ്? ദശരൂപകത്തിന്റെ കർത്താവ് ധനഞ്ജയനാണ് എന്ന കാര്യം അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ശരിയായ ഉത്തരം ഏതാണ്? എളുപ്പം തന്നെ നമുക്കറിയാം അല്ലെ, ധനഞ്ജയൻ. 2A വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ എയിൽ മാത്രമാണ്. അതുപോലെ തന്നെ സരസ്വതി കണ്ഠാഭരണം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഭോജരാജന്റെയാണ് സരസ്വതി കണ്ഠാഭരണം എന്ന കാര്യവും നമുക്കറിയാം. അപ്പോ ധനഞ്ജയനാണ് ദശരൂപകത്തിന്റെ കർത്താവ് എന്നറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അല്ല, ഓപ്ഷൻ സിയിലും ഉണ്ട് കേട്ടോ. ഓപ്ഷൻ സിയിലും 2ാമത്തത് എയിൽ തന്നെയാണ് കിടക്കുന്നത്. എന്നിരുന്നാൽ പോലും വളരെ എളുപ്പമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. 28ാമത്തെ ചോദ്യത്തിലേക്ക്. ഗഗനം ഗഗനം പോലെ, സാഗരം സാഗരോപമ, ശ്രീമൂലക നൃപനൊപ്പം ശ്രീമൂലക നൃപാലകൻ. ഇതിൽ അലങ്കാരം ഏത് എന്നുള്ളതാണ് ചോദ്യം. പ്രദീപമാണോ, ഉപമേയോപമയാണോ, അനന്വയമാണോ, വ്യതിരേകമാണോ? ഇത് എല്ലാത്തിലേക്കും ഗഗനത്തെയും സാഗരത്തെയും ഒക്കെ എന്തിലേക്ക് അല്ലെങ്കിൽ ആരിലേക്ക് ഉപമിച്ചിരിക്കുന്നു? ശ്രീമൂലക നൃപാലകനിലേക്ക് ഉപമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അന്വയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ശരിയായ ഉത്തരം അനന്വയമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 29ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗദ്യത്തിന്റെയും പദ്യത്തിന്റെയും നാഡികളിൽ ഒരേ മനുഷ്യരക്തമാണ് ഓടുന്നത് എന്ന് പ്രസ്താവിച്ചത് ഇവരിൽ ആരാണ്? കോളറിഡ്ജ് ആണോ, ഷെല്ലിയാണോ, വേഡ്സ്വർത്ത് ആണോ, അർണോൾഡ് ആണോ? വളരെ എളുപ്പമുള്ള ചോദ്യം. വേഡ്സ്വർത്ത് ആണ് ഇങ്ങനൊരു അഭിപ്രായം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഗദ്യത്തിന്റെയും പദ്യത്തിന്റെയും നാഡികളിൽ ഒരേ മനുഷ്യരക്തമാണ് ഓടുന്നത് എന്ന് പറഞ്ഞത് വില്യം വേഡ്സ്വർത്ത് ആണ്.
30ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വീണ്ടും ഒരു ചേരുംപടി ചേർക്കലാണ്. ഇത് പാശ്ചാത്യ സാഹിത്യവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും അതിന്റെ രചയിതാക്കളുമാണ്. ആർട്സ് പോയറ്റിക്ക, ഓൺ ദി സബ്ലൈം, ഡിസ്ക്രിപ്റ്റീവ് ക്രിറ്റിസിസം, എസ്സേ ഓൺ ക്രിറ്റിസിസം എന്നിവ ഒരു വശത്തും ലോങ്കിനസ്, ഡ്രൈഡൻ, പോപ്പ്, ഹോരസ് എന്നിവർ മറുവശത്തുമാണ് ഉള്ളത്. ഒന്നാമത്തത് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നത് പോലെ ആർട്സ് പോയറ്റിക്കയുടെ കർത്താവ് ഹോരസ് ആണ്. പക്ഷെ അതറിഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? എയിലും ബിയിലും സിയിലും ആർട്സ് പോയറ്റിക്കയുടെ നേരെ ഹോരസ് തന്നെയാണ് കിടക്കുന്നത്. ഓൺ ദി സബ്ലൈം ആരുടെയാണ്? ലോങ്കിനസിന്റെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ 2 ഓപ്ഷൻ എ ആണ്. അപ്പൊ ശരിയായ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക്, 31ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജ്ഞാനത്തിന്റെ 2 രൂപങ്ങളായി ക്രോച്ചെ കാണുന്നത് ഇതിൽ ഏതിനെയൊക്കെയാണ്? ഇന്ദ്രിയജ്ഞാനവും അതീന്ദ്രിയജ്ഞാനവും, അനുഭവജ്ഞാനവും അന്വേഷണജ്ഞാനവും, പരീക്ഷണോന്മുഖമായ അറിവും സ്മൃതി കേന്ദ്രിതമായ അറിവും, ഓപ്ഷൻ ഡി അന്തർജ്ഞാനപരമായ അറിവും യുക്തിശാസ്ത്രപരമായ അറിവും. നമുക്കറിയാം അന്തർജ്ഞാന സിദ്ധാന്തത്തിന്റെ വക്താവാണ് ആര്? ബെനഡിക്ട് ക്രോച്ചെ. അപ്പൊ ശരിയായ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. അന്തർജ്ഞാനപരമായ അറിവും യുക്തിശാസ്ത്രപരമായ അറിവും. അങ്ങനെ ജ്ഞാനത്തെ 2 രൂപങ്ങളായി തിരിച്ചിട്ടുള്ളത് ക്രോച്ചെ ആണ്. 32ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ബാഹ്യപ്രപഞ്ചം മിഥ്യയാണെന്ന വാദത്തെ പ്ലേറ്റോ സാധൂകരിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ, ആത്യന്തിക സത്യമായ ആശയലോകത്തിന്റെ പ്രതിച്ഛായ മാത്രമാണത്. ഓപ്ഷൻ ബി, ബാഹ്യലോകത്തിന്റെ അനുകരണമാണ് ആത്യന്തിക സത്യം. ഓപ്ഷൻ സി, ആശയലോകം എന്നത് പ്രതീകാത്മകമാണ്. ഓപ്ഷൻ ഡി, ആത്യന്തികമായ അനുകരണമാണ് ആശയപ്രപഞ്ചം. വളരെ എളുപ്പമുള്ളത്, നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ തുടക്കത്തിൽ തന്നെ പഠിക്കുന്നത്, പ്ലേറ്റോയുടെ സിദ്ധാന്തത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ആത്യന്തിക സത്യമായ ആശയലോകത്തിന്റെ പ്രതിച്ഛായ മാത്രമാണ് ബാഹ്യപ്രപഞ്ചം എന്ന് ആര് പറയുന്നുണ്ട്? പ്ലേറ്റോ പറയുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 33ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. താഴെ പറയുന്നവരിൽ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? ഐസ്ലറും കാർട്ട്വൈലും, ഓപ്ഷൻ ബി തോമസ് മന്നും വാൾട്ടർ സ്കോൾട്ടും, ഓപ്ഷൻ സി എറിക് ഫ്രോമും ഹെർബർട്ട് മാർക്യൂസും, ഓപ്ഷൻ ഡി ജോൺ ബർഗറും റേമണ്ട് വില്യംസും. ഏതാണ് ശരിയായ ഉത്തരം? വളരെ എളുപ്പമുള്ളത്, എറിക് ഫ്രോമും അതുപോലെ ഹെർബർട്ട് മാർക്യൂസും ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൽ ഉൾപ്പെടുന്ന പ്രധാനികളാണ്. 34ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. റിയലിസത്തിന് ഇണങ്ങുന്ന പ്രസ്താവനകൾ ചുവടെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ്? 1, മൗലികങ്ങളായ മാനുഷിക വികാരങ്ങളെ അവ സ്പർശിക്കുന്നു. 2, മാനസിക അവസ്ഥകൾക്ക് പ്രാധാന്യം നൽകുന്നു. 3, സൗന്ദര്യാത്മകമായ ആഖ്യാനത്തിന് പ്രാധാന്യം നൽകുന്നു. 4, പ്രത്യക്ഷ ജീവിത യാഥാർത്ഥ്യങ്ങളെ നിർഭയമായി പകർത്തുന്നു. ഇതിലേതാണ് ശരിയായ ഉത്തരം? മാനസികാവസ്ഥകൾക്കോ സൗന്ദര്യാത്മക ആഖ്യാനങ്ങൾക്കോ പ്രാധാന്യം നൽകുന്നവയല്ല റിയലിസം എന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാവുന്നതാണ്. മാനുഷിക വിഷയങ്ങളെ സ്പർശിക്കുന്നതും പ്രത്യക്ഷ ജീവിത യാഥാർത്ഥ്യങ്ങളെ നിർഭയമായി പകർത്തുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് റിയലിസ്റ്റിക് പ്രസ്ഥാനം അഥവാ യഥാതഥ പ്രസ്ഥാനം. അതുകൊണ്ട് 1ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 35ാമത്തെ ചോദ്യം ഇതാണ്. പാഠത്തെ പഴയ വിലയിരുത്തലുകളുടെ വലയത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പുതിയ കൃതി എന്ന രീതിയിൽ പാഠത്തെ സമീപിക്കുകയും ചെയ്യുന്ന പഠന രീതി ഇവയിൽ ഏതാണ്? ലിംഗപദവി പഠനം, നവചരിത്രവാദ പഠനം, സി ശൈലീവത്കൃത പഠനം, ഡി ഛിന്ന വിജ്ഞാനീയം. ഏതാണ് ശരിയായ ഉത്തരം? എളുപ്പം ഉത്തരത്തിലേക്ക് പോകാവുന്നതാണ്. നവചരിത്രവാദ പഠനമാണ് ശരിയായ ഉത്തരം. 36ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരാൾ പതഞ്ഞു പൊങ്ങുന്ന ചിരിയും മറ്റേയാൾ നിറഞ്ഞു കവിയുന്ന കണ്ണുനീരും കൊണ്ട് കേരള ചേതനയെ അഭിഷേചിച്ചു. ഡോക്ടർ എം ലീലാവതി ഏത് കവികളെയാണ് ഇങ്ങനെ പരാമർശിച്ചത്? ഓപ്ഷൻ എ കുഞ്ചൻ നമ്പ്യാരും പൂന്താനവും, ഓപ്ഷൻ ബി ചെറുശ്ശേരിയും കുമാരനാശാനും, ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാരും ചങ്ങമ്പുഴയും, ഓപ്ഷൻ ഡി ചങ്ങമ്പുഴയും അയ്യപ്പ പണിക്കരും. വളരെ എളുപ്പമുള്ളതാണ്. ഒരുപക്ഷെ ലീലാവതി ടീച്ചറുടെ ഈ വാക്കുകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടില്ലെങ്കിലും കോമൺ സെൻസ് വെച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കുഞ്ചൻ നമ്പ്യാരും ചങ്ങമ്പുഴയുമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 37
ചേരുംപടി ചേർക്കുക. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നെറ്റ്, സെറ്റ്, HSA, HSST ഈ പറയുന്ന 4 പരീക്ഷകളിലും ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ് കവി രാമായണം, കവി പുഷ്പമാല, കവി മൃഗാവലി, കവി ഭാരതം എന്നിവയെ കുറിച്ചുള്ളത്. ഇതിന്റെ രചയിതാക്കളുമായി ബന്ധപ്പെട്ട ചോദ്യം പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. കാത്തുള്ളിൽ അച്യുതമേനോന്റെ കൃതിയാണ് ഏത്? കവി പുഷ്പമാല എന്നുള്ളത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കവി ഭാരതം എന്ന കൃതി രചിച്ചത്. മൂലൂർ പത്മനാഭ പണിക്കരുടേതാണ് കവി രാമായണം. അതുപോലെ ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോനാണ് കവി മൃഗാവലി എന്ന കൃതി രചിച്ചത്. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യമാണ്. ഇവിടെ തന്നിട്ടുള്ളതിൽ ശരിയായ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വരുന്ന പരീക്ഷകളിലും ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 38. അമ്മയ്ക്ക് വെള്ളം കൊടുക്കുന്ന കാര്യവും അന്വേഷണത്തിന് വെക്കുന്നവർ ഇവർ. കവിയും കൃതിയും രേഖപ്പെടുത്തുക. ഏത് കൃതിയിലാണ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുക? കുഞ്ഞിരാമൻ നായരുടെ മംഗളാശംസയാണോ? ബാലാമണി അമ്മയുടെ കളങ്കമറ്റ കൈയാണോ? ജി ശങ്കരക്കുറുപ്പിന്റെ അന്വേഷണമാണോ? മേരി ജോൺ കൂത്താട്ടുകുളത്തിന്റെ അമ്മയും മകളും എന്ന കൃതിയാണോ? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ ആണ്. കുഞ്ഞിരാമൻ നായരുടെ മംഗളാശംസയിലാണ് ഈ ഒരു വരി നമുക്ക് കാണാനാവുക. 39ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചേരുംപടി ചേർക്കലാണ്. ധന്യ വേങ്ങച്ചേരി, പി രാമൻ, സുകുമാർ ചാലിഗദ്ദ, KR ടോണി എന്നിവർ ഒരു വശത്തും, മീനുകളുടെ പ്രസവമുറി, ദൈവപ്പാതി, ഒരു ഉരുളയുടെ കഥ, പിന്നിലേക്ക് വീശുന്ന കാറ്റ് എന്നിവ മറുവശത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൃതിയുടെ രചയിതാക്കളെ കണ്ടെത്തലാണ് നമ്മുടെ ഉദ്യമം. ശരിയായ ഉത്തരം ഏതാണ്? ധന്യ വേങ്ങച്ചേരിയുടേതാണ് ഏത് കൃതി? ഒരു ഉരുളയുടെ കഥ എന്ന കൃതി. അതുപോലെ പി രാമന്റെ കൃതിയാണ് പിന്നിലേക്ക് വീശുന്ന കാറ്റ്. സുകുമാരൻ ചാലിഗദ്ദയുടേതാണ് ഏത്? മീനുകളുടെ പ്രസവമുറി എന്ന കൃതി. അതുപോലെ തന്നെ ദൈവപ്പാതി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? KR ടോണിയാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 40ാമത്തെ ചോദ്യത്തിലേക്ക്. ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിലുമുണ്ട് ഭുവനം മയക്കുന്ന ചന്തവും ഗന്ധവും. ഏത് ദേശമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം. വളരെ എളുപ്പമുള്ളത്, എല്ലാവർക്കും അറിയാവുന്നത്. ശരിയായ ഉത്തരം കേരളമാണ്. പാലാ നാരായണൻ നായരുടെ വളരുന്ന കേരളം എന്ന കൃതിയിലെ വരികളാണിത് എന്ന് എല്ലാവർക്കും നിസ്സംശയം അറിയാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. 41ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. എന്റെ നേതാവ് എന്ന കവിത ആരെ കുറിച്ച് എഴുതിയതാണ്? വള്ളത്തോൾ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയതാണോ? കുമാരനാശാൻ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയതാണോ? ഇടശ്ശേരി കേളപ്പനെ കുറിച്ച് എഴുതിയതാണോ? വൈലോപ്പിള്ളി AKGയെ കുറിച്ച് എഴുതിയതാണോ? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എന്റെ നേതാവ് എന്ന കവിത ഇടശ്ശേരിയുടേതാണ്. അതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന നേതാവ് കേളപ്പനാണ്, കേളപ്പനാണ്. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 42ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്റെ കവിതയിൽ ഞാൻ കത്തി ദഹിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ ചിതയിലെന്ന പോലെ. എന്റെ കവിതയിൽ ഞാൻ വാക്കുകൾ അടുക്കി അടുക്കി വയ്ക്കുന്നു. കവി ആര്? കവിത ഏത്? സച്ചിദാനന്ദന്റെ ദേശാടനമാണോ? ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ യാത്രാമൊഴിയാണോ? കടമ്മനിട്ടയുടെ മകനോട് എന്ന കൃതിയിലേതാണോ? അതോ D വിനയചന്ദ്രന്റെ ദിശാസൂചിയിലേതാണോ ഈ വരികൾ? വളരെ എളുപ്പമുള്ളത്. ശരിയായ ഉത്തരം സച്ചിദാനന്ദന്റെ ദേശാടനം എന്ന കൃതിയിലെ വരികളാണിത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 43. താഴെ കൊടുത്തവരിൽ മനുഷ്യാലയ ചന്ദ്രിക മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? കുഴിക്കാട്ട് മഹേശ്വരൻ നമ്പൂതിരി, ബി നീലകണ്ഠ ദീക്ഷിതര്, സി വടയാട്ടുകോട്ട K പരമേശ്വരൻ പിള്ള, ഓപ്ഷൻ ഡി ചേന്നാസ് നാരായണൻ നമ്പൂതിരി. ആരാ ശരിയായ ഉത്തരം? ഇവരിൽ 4 പേരുമല്ല. ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഇത് പ്രസാദനം ചെയ്തിട്ടുള്ളത് കുന്നംകുളത്തെ പഞ്ചാംഗം പുസ്തകശാലയാണ്. അപ്പോ ഈ ചോദ്യവും ഡിലീറ്റ് ആയി പോവുകയായിരുന്നു. ഓപ്ഷനിൽ ശരിയായ ഉത്തരം ഉണ്ടായിരുന്നില്ല. അടുത്ത ചോദ്യം 44ാമത്തെ ചോദ്യം. ഇന്ത്യൻ പൂച്ച എന്ന സമാഹാരത്തിന്റെ കർത്താവ് ഇവരിൽ ആരാണ്? ലാസർ ഷൈൻ ആണോ? എബിൻ ജോസഫ് ആണോ? അർഷാദ് ബത്തേരി ആണോ? സുനു AV ആണോ? ശരിയായ ഉത്തരം ഇന്ത്യൻ പൂച്ച എന്ന കഥാസമാഹാരം സുനു AVയുടേതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 45ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ബാറ്റൺ ബോസ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഇവരിൽ ആരാണ്?
KM ചാക്കോയാണോ, ജെയിംസ് മണിമലയാണോ, തോമസ് ടി അമ്പാട്ടാണോ, പ്രിൻസ് തിരുവാങ്കുളമാണോ? ബാറ്റൺ ബോസ് ആരുടെ തൂലികാ നാമമാണ്? KM ചാക്കോ. ശരിയായ ഉത്തരം 45 ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 46ാമത്തെ ചോദ്യത്തിലേക്ക്. അലക്സ് ഹാലി കേട്ടെഴുതിയ മാൽക്കം എക്സിന്റെ ആത്മകഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഇവരിൽ ആരാണ്? വി രവികുമാർ ആണോ, വൈക്കം മുരളിയാണോ, AP കുഞ്ഞാമു ആണോ, EV ഫാത്തിമയാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, AP കുഞ്ഞാമു ആണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. അടുത്തത് 47ാമത്തെ ചോദ്യത്തിലേക്ക്. ദേവകി നിലയങ്ങോടിന്റെ സ്മരണാ ഗ്രന്ഥം ഇവയിൽ ഏതാണ്? വ്യാഴവട്ട സ്മരണകളാണോ, വാതിൽ പുറപ്പാടാണോ, ആ നെല്ലിമരം പുല്ലാണ് എന്ന കൃതിയാണോ, ഓർമ്മകളുടെ ഓടക്കുഴലുമായി എന്ന കൃതിയാണോ? വളരെ പ്രസിദ്ധമായ ആ കൃതി എല്ലാവർക്കും അറിയാം. വാതിൽ പുറപ്പാട് എന്ന സ്മരണിക ആരുടേതാണ്? ദേവകി നിലയങ്ങോടിൻ്റെതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 48ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. താഴെ കൊടുത്തവയിൽ രവീന്ദ്രന്റേതല്ലാത്ത സഞ്ചാര സാഹിത്യ കൃതി ഏതാണ്? ബുദ്ധപദം, മെഡിറ്ററേനിയൻ വേനൽ, സ്വിസ് സ്കെച്ചുകൾ, ബാൾട്ടിക് ഡയറി. ഏതാ ശരിയായ ഉത്തരം? വളരെ എളുപ്പമുള്ളത് ബാൾട്ടിക് ഡയറി ആണ്. ബാൾട്ടിക് ഡയറി ആരുടേതാണ്? സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കൃതിയാണ് ബാൾട്ടിക് ഡയറി എന്നത്. 49ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഖസാക്കിന്റെ ഇതിഹാസം വെങ്കടേഷ് മാഡ്ഗൂൾക്കറുടെ ബെൻഗൻവാഡിയുടെ അനുകരണമാണ് എന്ന ആരോപണം ഉന്നയിച്ചത് ഇവരിൽ ആരാണ്? എസ് ഗുപ്തൻ നായരാണോ, GN പണിക്കരാണോ, MK ഹരികുമാർ ആണോ, ജയമോഹനാണോ? ശരിയായ ഉത്തരം GN പണിക്കരാണ് ഇങ്ങനൊരു അഭിപ്രായം ഉന്നയിച്ചത്. വെങ്കടേഷ് മാഡ്ഗൂൾക്കറുടെ ബെൻഗർവാഡിയുടെ അനുകരണമാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന അഭിപ്രായം GN പണിക്കരുടേതാണ്. 50ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ ശീതങ്കൻ തുള്ളലിന് ഉദാഹരണം ഏതാണ്? ധ്രുവചരിതം, സ്യമന്തകം, കീചകവധം, ഹരിശ്ചന്ദ്ര ചരിതം. ഏതാ ശരിയായ ഉത്തരം? ധ്രുവചരിതമാണ്. അതുപോലെ തന്നെ ആദ്യത്തെ തുള്ളൽ കൃതിയായ കല്യാണ സൗഗന്ധികവും ഏത് കൃതിയാണ്? ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? ശീതങ്കൻ തുള്ളൽ തന്നെയാണ്. 51ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. തോൽപ്പാവക്കൂത്തിനെ അന്താരാഷ്ട്രവൽക്കരിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ഓപ്ഷൻ പോലും ഇല്ലെങ്കിലും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിരുന്നാലും വേണുജി, കാവാലം നാരായണ പണിക്കർ, ചുമ്മാർ ചുണ്ടൽ, KK രാമചന്ദ്ര പുലവർ. ഏതാ ശരിയായ ഉത്തരം? രാമചന്ദ്ര പുലവരാണ്. പത്രങ്ങളിലും മറ്റും വലിയ സ്ഥാനം അല്ലെങ്കിൽ വലിയ വാർത്തയായി ഈ ഒരു വിവരം വന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. 52ാമത്തെ ചോദ്യം. ഭാവാത്മക നാടകത്തിന് ഉദാഹരണം ഇവയിൽ ഏതാണ്? കടൽപ്പാലമാണോ, സമത്വവാദിയാണോ, കന്യകയാണോ, പെരുങ്കൊല്ലനാണോ? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണ്, സമത്വവാദിയാണ് ശരിയായ ഉത്തരം. 53ാമത്തെ ചോദ്യത്തിലേക്ക്. വെള്ളരി നാടകത്തിന്റെ സ്വരൂപത്തിൽ TP സുകുമാരൻ രചിച്ച കൃതി ഇതിൽ ഏതാണ്? നിങ്ങൾക്കൊക്കെ ശാകുന്തളം മതി. ഓപ്ഷൻ ബി പാക്കനാർ ചരിതം, ഓപ്ഷൻ സി താവളം, ഓപ്ഷൻ ഡി ആയഞ്ചേരി വല്യശമാൻ. ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, ആയഞ്ചേരി വല്യശമാനാണ് ശരിയായ ഉത്തരം. 54ാമത്തെ ചോദ്യത്തിലേക്ക്. KG ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടിപ്പാലം എന്ന സിനിമയ്ക്ക് ആധാരമായ പാലം അപകടത്തിൽ എന്ന കഥ എഴുതിയത് ഇവരിൽ ആരാണ്? സുകുമാർ ആണോ, ഓപ്ഷൻ ബി വേളൂർ കൃഷ്ണൻകുട്ടിയാണോ, ഓപ്ഷൻ സി ടോംസ് ആണോ, ഓപ്ഷൻ ഡി ശ്രീനിവാസനാണോ? ശ്രീനിവാസൻ അതിലെ പ്രധാന കഥാപാത്രമായതുകൊണ്ട് അത് ശ്രീനിവാസന്റെ രചനയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കഥയാണ് പാലം അപകടത്തിൽ എന്നുള്ളത്. ഈ കഥയെ അധികരിച്ചുകൊണ്ടാണ് KG ജോർജ് പഞ്ചവടിപ്പാലം എന്ന സിനിമ സംവിധാനം ചെയ്തത്. 55ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഭാഷ എന്ന സിനിമയുടെ ഭാഷയല്ല ഭാഷ അല്ലെ മാണിക് ഭാഷ, രജനീകാന്തിന്റെ മാണിക് ഭാഷ എന്ന കഥാപാത്രം പ്രസ്തുത തമിഴ് സിനിമയുടെ സംവിധായകൻ ആര്? ഈ ചോദ്യം എന്തുകൊണ്ടാണ് HSSTയുടെ ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും ശരിയായ ഉത്തരം സുരേഷ് കൃഷ്ണയാണ്. സംവിധാനം ചെയ്തത് സുരേഷ് കൃഷ്ണയാണ്. അടുത്തത്. ഏറ്റവും കൂടുതൽ കാലം ഒരേ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ ഭാഷാ സിനിമ ഏത്? ഇപ്പോഴും അത് എന്താകുന്നുണ്ട്? ഞായറാഴ്ചകളിൽ ഹൗസ്ഫുൾ ആകുന്നുണ്ട്. ഓപ്ഷൻ പോലും ഇല്ലെങ്കിലും ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്കറിയാവുന്നതാണ്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ അല്ലെ? നമ്മുടെ
ഷാരൂഖ് ഖാനും അതുപോലെ തന്നെ കാജളും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം മുംബൈയിലെ തിയേറ്ററിൽ അല്ലെ വർഷങ്ങൾക്ക് ശേഷം 1995 ചിത്രത്തിന്റെ റിലീസ്. 20 വർഷങ്ങൾക്ക് ഇപ്പുറവും ആ തിയേറ്ററിൽ ചിത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സർവകാല റെക്കോർഡാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഒരു സിനിമയും 20 വർഷം ഒരേ തിയേറ്ററിൽ ഓടിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പോഴും ഞായറാഴ്ചകളിൽ ഇപ്പോഴും ഇത് ഹൗസ്ഫുൾ ആകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ തിയേറ്ററുകാർ പങ്കുവച്ചതും വളരെ ഉണർത്തിയ വാർത്തയായിരുന്നു. 57ാമത്തെ ചോദ്യം ഇതാണ്. കേസരി എ ബാലകൃഷ്ണ പിള്ളയുടെ രൂപമഞ്ജരി എന്ന കൃതി ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ് എന്നതാണ് ചോദ്യം. 1945, 1942, 1937, 1950. ഏതാണ് ശരിയായ ഉത്തരം? 1937 രൂപമഞ്ജരി ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. അടുത്തത് 58ാമത്തെ ചോദ്യം. സംവിധാന ഭംഗിയാണ് കല എന്ന് അഭിപ്രായപ്പെട്ട നിരൂപകൻ ഇവരിൽ ആരാണ്? കുട്ടിക്കൃഷ്ണ മാരാരാണോ, കെ ഭാസ്കരൻ നായരാണോ, കേസരി എ ബാലകൃഷ്ണ പിള്ളയാണോ, CJ തോമസ് ആണോ? സംവിധാന ഭംഗിയാണ് കല എന്ന് അഭിപ്രായപ്പെട്ടത് കുട്ടിക്കൃഷ്ണ മാരാരാണ്. 59ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കാവ്യവ്യുൽപ്പത്തി എന്ന നിരൂപണ കൃതിയുടെ കർത്താവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ പോലും ഇല്ലെങ്കിലും നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേരും. എന്നിരുന്നാലും KP നാരായണ പിഷാരടിയാണോ, KS നാരായണ പിള്ളയാണോ, കൽപ്പറ്റ നാരായണനാണോ, MP ശങ്കുണ്ണി നായരാണോ? ശരിയായ ഉത്തരം MP ശങ്കുണ്ണി നായരാണ്. 60ാമത്തെ ചോദ്യം ഇതാണ്. താഴെ കൊടുത്തവയിൽ K രാഘവൻ പിള്ളയുടേതല്ലാത്ത ഗ്രന്ഥം ഏതാണ്? കാളിയുടെ നാവ്, അർത്ഥത്തിന്റെ അതിർത്തികൾ, സമീപനങ്ങൾ സമന്വയങ്ങൾ, അസ്തിത്വവാദികളും ഭഗവത്ഗീതയും. ഏതാ ശരിയായ ഉത്തരം? കാളിയുടെ നാവ് എന്നുള്ളതാണ് K രാഘവൻ പിള്ളയുടേതല്ലാത്ത ഗ്രന്ഥം. കാളിയുടെ നാവ് എന്ന കൃതിയുടെ കർത്താവ് GN പിള്ളയാണ്, രാഘവൻ പിള്ള അല്ല. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡോക്ടർ M ലീലാവതിക്ക് തായാട്ട് പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതാണ്? വർണ്ണരാജിയാണോ, കവിതാരതിയാണോ, അപ്പുവിന്റെ അന്വേഷണമാണോ, കവിതയും ശാസ്ത്രവുമാണോ? ലീലാവതി ടീച്ചർ കൃതികൾ അധികവും എഴുതിയിരിക്കുന്നത് കാവ്യ നിരൂപണങ്ങളാണ്. അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കൃതിയാണ് C രാധാകൃഷ്ണന്റെ നോവലുകളെ കുറിച്ചുള്ള പഠനം. അതേതാണ്? അപ്പുവിന്റെ അന്വേഷണമാണ്. പ്രസ്തുത കൃതിക്കാണ് ലീലാവതി ടീച്ചർക്ക് തായാട്ട് പുരസ്കാരം ലഭിക്കുന്നത്. 62ാമത്തെ ചോദ്യം. തിരസ്കൃതരുടെ രചനാ ഭൂപടം എന്ന നിരൂപണ കൃതി രചിച്ചത് ആരാണ്? KK കൊച്ചാണോ, TM യേശുദാസനാണോ, OK സന്തോഷാണോ, MB മനോജാണോ? എൻ്റെ അധ്യാപകൻ കൂടിയായ OK സന്തോഷാണ് തിരസ്കൃതരുടെ രചനാ ഭൂപടം എന്ന നിരൂപണ കൃതി രചിച്ചത്. 63ാമത്തെ ചോദ്യം. കുമാരനാശാന്റെ നളിനി കാവ്യത്തിന്റെ ആത്മാവ് കണ്ടെത്താൻ അവതാരികയിൽ AR രാജരാജവർമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അഭിപ്രായപ്പെട്ട നിരൂപകൻ. ഇവിടെ ഉത്തരം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. രാജേന്ദ്രൻ എടത്തുംകരയാണ് ഇങ്ങനൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. 1.5 പേജ് മാത്രം നീണ്ടു നിൽക്കുന്ന ഗതാനുഗതികത്വത്തെക്കാൾ നവോല്ലേഖ കൽപ്പനകളിൽ ശ്രദ്ധയൂന്നുന്നവരായിരിക്കണം ആധുനിക കവികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന നളിനിയുടെ പ്രസിദ്ധമായ അവതാരിക, അതിൽ നളിനി എന്ന വാക്ക് ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതും കൃതിയെക്കുറിച്ചല്ല മൊത്തത്തിലുള്ള കാവ്യ സ്വഭാവത്തെയാണ് AR രാജരാജവർമ്മ നിരൂപണ വിധേയമാക്കിയിട്ടുള്ളത് എന്നും ഉള്ള കാരണത്താൽ നളിനിയുടെ ആത്മാവ് കണ്ടെത്താൻ ഇതിന് സാധിച്ചിട്ടില്ല എന്ന് രാജേന്ദ്രൻ എടത്തുംകര അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം. റോമൻ യാക്കോബ്സൺ അവതരിപ്പിച്ച ചിഹ്നാന്തര വിവർത്തനം എന്ന വിവർത്തന വിഭാഗം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വംശീയ പരിഭാഷയാണോ, കാവ്യ പരിഭാഷയാണോ, അനുകൽപ്പനമാണോ, അനുപദ വിവർത്തനമാണോ? ഏതാണ് ശരിയായ ഉത്തരം? അനുകൽപ്പനമാണ്. അനുകൽപ്പനവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് ഏത്? ചിഹ്നാന്തര വിവർത്തനം. അത് അവതരിപ്പിച്ചത് റോമൻ യാക്കോബ്സൺ ആണ്. അടുത്തത്. ഗായത്രി സ്പിവാക്കിന്റെ ഒരു വിജ്ഞാന ശാഖയുടെ അന്ത്യം അഥവാ ഡെത്ത് ഓഫ് എ ഡിസിപ്ലിൻ എന്ന കൃതി ഏത് വിഷയത്തെ പറ്റിയുള്ളതാണ്? താരതമ്യ സാഹിത്യമാണോ, കോളനിയാനന്തര വിവർത്തനമാണോ, അപനിർമ്മാണമാണോ, ആഗോളവൽക്കരണമാണോ? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ A താരതമ്യ സാഹിത്യമാണ് ശരിയായ ഉത്തരം. 66ാമത്തെ ചോദ്യത്തിലേക്ക്. താഴെ പറയുന്നവയിൽ റുബിയാത്തിന്റെ മലയാള വിവർത്തനം തിരഞ്ഞെടുക്കുക. ചങ്ങമ്പുഴയുടെ മധുരോത്സവം,
ജി ശങ്കരക്കുറുപ്പിന്റെ വിലാസലഹരി, സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകൾ, വിജയലക്ഷ്മിയുടെ വസന്തഗീതം. വളരെ എളുപ്പമുള്ളതാണ്. ചങ്ങമ്പുഴയുടെ മധുരോത്സവവും ജി ശങ്കരക്കുറുപ്പിന്റെ വിലാസലഹരിയും റുബിയാത്തിന്റെ മലയാള വിവർത്തനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രം. 67ാമത്തെ ചോദ്യത്തിലേക്ക്. സുൽത്താൻസ് ബാറ്ററി മലയാളത്തിൽ സുൽത്താൻ ബത്തേരിയാകുന്നത് ഏതിനം വിവർത്തനമാണ്? ലിപി പര വിവർത്തനം, പരിമിത വിവർത്തനം, കോശീയ വിവർത്തനം, സ്വനിമിക വിവർത്തനം. ഏതാ ശരിയായ ഉത്തരം? സ്വനിമിക വിവർത്തനത്തിന് ഉദാഹരണമാണ് സുൽത്താൻസ് ബാറ്ററി സുൽത്താൻ ബത്തേരി ആകുന്നത്. 68ാമത്തെ ചോദ്യം. കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച ആനുകാലിക പ്രസിദ്ധീകരണം. PSC ലെവലിലുള്ള ഒരു ചോദ്യമാണ്. ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മിതവാദിയാണ്. 69ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി വായന ഈ വായന എന്ന കൃതി ആരുടേതാണ്? VK ആദർശിൻ്റെതാണോ, KH ഹുസൈനിൻ്റെതാണോ, TV സുനിതയുടേതാണോ, മഹേഷ് മംഗലാട്ടിൻ്റെതാണോ? ശരിയായ ഉത്തരം VK ആദർശാണ് ഇനി വായന ഈ വായന എന്ന കൃതി രചിച്ചത്. 70ാമത്തെ ചോദ്യത്തിലേക്ക്. ഈ പെർ വായിച്ചാൽ അർത്ഥം തൊന്നുമോ എന്ന് അറിയുന്നില്ല എന്ന വാക്യത്തിന് കേരള പത്രപ്രവർത്തന ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്താണ്? ഓപ്ഷൻ എ, ആർച്ച് ഡീക്കൻ കോശി രാജ്യസമാചാരത്തെ പറ്റി പറഞ്ഞത്. ഓപ്ഷൻ ബി, പശ്ചിമോദയത്തിലെ ഉദ്ദേശ്യ ലക്ഷ്യ പ്രസ്താവന. ഓപ്ഷൻ സി, ആദ്യ വർത്തമാന പത്രത്തിലെ ആദ്യവാക്യം. ഓപ്ഷൻ ഡി, ആദ്യ മലയാള മാസികയിലെ ആദ്യവാക്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആദ്യ മലയാള മാസികയിലെ ആദ്യവാക്യമാണ് ഇവിടെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 71ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭാഷാ അധ്യാപനത്തിന് ഏറ്റവും ആവശ്യം ഉണ്ടായിരിക്കേണ്ടത് ഇതിൽ ഏതാണ്? സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനമാണോ, പ്രഭാഷണ ചാതുരിയാണോ, ഭാഷയോടുള്ള അനുകൂല അഭിഭാവമാണോ, വിപുലമായ ഗ്രന്ഥശേഖരമാണോ? ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഭാഷയോടുള്ള അനുകൂലമായ ഒരു ഭാവമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 72ാമത്തെ ചോദ്യത്തിലേക്ക്. പഠിതാവിന്റെ വൈകാരിക സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഇതിൽ ഏതാണ്? വയസ്സ്, ആത്മാഭിമാനം, ഉയരം, ജാതി. വൈകാരിക സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് തീർച്ചയായും ഏത് തന്നെയാണ്? ഓപ്ഷൻ ബി, ആത്മാഭിമാനമാണ്. 73ാമത്തെ ചോദ്യം. ബോധന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ബാഹ്യ ഘടകം, ആന്തരിക ഘടകമല്ല, ബാഹ്യ ഘടകം ഏതാണ് എന്നാണ് ചോദ്യം. ബഹുമുഖ ബുദ്ധിയാണോ, പഠന ശൈലിയാണോ, യുക്തിബോധമാണോ, ക്ലാസ് മുറി സൗകര്യങ്ങളാണോ? ബാഹ്യ ഘടകമായിട്ട് ഇതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അതേതാണ്? ക്ലാസ് മുറി സൗകര്യങ്ങളാണ്. 74ാമത്തെ ചോദ്യത്തിലേക്ക്. പ്രശ്ന പരിഹരണത്തിനും അഭിനയത്തിനും പ്രാധാന്യം നൽകുന്ന ബോധന രീതി ഏതാണ്? സെമിനാർ ആണോ, ചോദ്യോത്തര രീതിയാണോ, പാത്രനാട്യമാണോ, മനപ്പാഠ രീതിയാണോ? അഭിനയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അതേതാണ്? പാത്രനാട്യമാണ്. ഓപ്ഷൻ സി ശരിയായ ഉത്തരം. 75ാമത്തെ ചോദ്യത്തിലേക്ക്. നേരനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ബോധന ഉപാധി ഏതാണ്? വളരെ എളുപ്പമുള്ളത്. പഠനയാത്രയാണോ, ചാർട്ടാണോ, പോസ്റ്ററാണോ, തിരക്കഥയാണോ? നേരനുഭവങ്ങൾ, ഫീൽഡ് വിസിറ്റ് ആണ്. തീർച്ചയായിട്ടും പഠനയാത്ര ശരിയായ ഉത്തരം. 76ാമത്തെ ചോദ്യത്തിലേക്ക്. ഗവേഷണ പ്രക്രിയയിലെ ശരിയായ ക്രമം ഏതാണ്? നമുക്കറിയാം, ആദ്യം എന്ത് ചെയ്യണം? നിരീക്ഷിക്കണം. അതിൽ നിന്നാണ് ഹൈപ്പോത്തസിസ് അഥവാ പരികൽപ്പനയിലേക്ക് എത്തിച്ചേരുന്നത്. അതിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്കും അതിൽ നിന്ന് ഉപസംഹാരത്തിലേക്കും അതുവഴി ഒരു സിദ്ധാന്തത്തിലേക്കും എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശരിയായ ഉത്തരം നിരീക്ഷണം, പരികൽപ്പന, പരീക്ഷണം, സിദ്ധാന്തം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 77ാമത്തെ ചോദ്യത്തിലേക്ക്. ഒരു ഗവേഷണ ഉപകരണത്തിന്റെ വിശ്വാസ്യത അളക്കുന്നതിനുള്ള ആന്തരിക സ്ഥിരതാ രീതി ഇതിൽ ഏതാണ്? സ്പിയർമാൻ ആറാണോ, കൊഹേൻ ഡി ആണോ, പിയേഴ്സൺ ആർക്കാണോ, അതോ ക്രോൺബാക്ക് ആൽഫയാണോ? ശരിയായ ഉത്തരം ക്രോൺബാക്ക് ആൽഫയാണ്. ഒരു ഗവേഷണ ഉപകരണത്തിന്റെ വിശ്വാസ്യത അളക്കുന്ന ആന്തരിക സ്ഥിരത രീതി. 78ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗവേഷണ ജേണലുകളുടെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്ന സൂചകം ഏതാണ്? ISSN നമ്പരാണോ, സ്വാധീന ഗുണകമാണോ,
എച്ച് സൂചകമാണോ ഐട്ടൺ സൂചകമാണോ? ഏതാണ് ശരിയായ ഉത്തരം? സ്വാധീന ഗുണകമാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 79ാമത്തെ ചോദ്യത്തിലേക്ക് ചേരുംപടി ചേർത്ത് ശരി ഉത്തരം കണ്ടെത്തുക. ചോദ്യാവലി, അഭിമുഖം, സിദ്ധിശോധകം, പങ്കാളിത്ത നിരീക്ഷണം എന്നിവ ഒരു വശത്തും ആഴത്തിലുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു, സർവേ പഠനത്തിന് അനുയോജ്യം, സാംസ്കാരിക സവിശേഷതകളെ പഠിക്കാൻ ഉപയോഗിക്കുന്നു, വിദ്യാഭ്യാസ നേട്ടം പഠിക്കാൻ ഉപയോഗിക്കുന്നു എന്നിവ മറുവശത്തും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചോദ്യാവലി എന്തിനുള്ളതാണ്? സർവേക്കുള്ളതാണ്. അപ്പോൾ 1 ബി ആണ്. 1 ബി ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബിയിൽ മാത്രമാണ്. അതുപോലെ അഭിമുഖം എന്തിനാണ്? ആഴത്തിലുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നതാണ്. സിദ്ധിശോധകത്തിന്റെ ധർമ്മം എന്താണ്? വിദ്യാഭ്യാസ നേട്ടം പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പങ്കാളിത്ത നിരീക്ഷണം സാംസ്കാരിക സവിശേഷതകളെ പഠിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോ ശരിയായ ഉത്തരം എങ്ങോട്ടേക്ക് പോകും? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. 80ാമത്തെ ചോദ്യത്തിലേക്ക് ഗവേഷണ രീതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. 1. ഗുണാത്മക രീതിയാണ് ജനസംസ്കാര പഠനങ്ങൾക്ക് അനുയോജ്യം. 2. കേസ് പഠനം ഒരു അനുദൈർഘ്യ രീതിയാണ്. 3. ചരിത്ര പഠനങ്ങളുടെ വിശ്വാസ്യത പ്രാഥമിക ഉപദാനങ്ങളുടെ വിശകലനത്തെ ആശ്രയിച്ചിരിക്കുന്നു. 4. സാമാന്യവൽക്കരണങ്ങളിൽ എത്തുന്നതിന് പരീക്ഷണ രീതി അനുയോജ്യമല്ല. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഗവേഷണ രീതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദ്യം. ഉത്തരം 4 ഒഴികെ ബാക്കി 3ഉം ശരിയായ പ്രസ്താവനകളാണ്. സി ആണ് ശരിയായ ഉത്തരം. 81ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആരാണ്? അല്ലടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി. വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാവുന്നതാണ് അല്ലെ? ഇന്ദിരാഗാന്ധിയാണ് ശരിയായ ഉത്തരം. ആ കാലഘട്ടത്തിൽ ആരില്ലായിരുന്നു? ഇന്ദിരാഗാന്ധി ഇല്ലായിരുന്നു എന്ന് നമുക്ക് അറിയാം. ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടുന്നില്ല. 82ാമത്തെ ചോദ്യം ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 14 ആണോ 25 ആണോ 32 ആണോ 31 ആണോ? ശരിയായ ഉത്തരം ആർട്ടിക്കിൾ 25. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 83ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 83ാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഭരണഘടനയിൽ അനുച്ഛേദം 356 പ്രകാരം രാഷ്ട്രപതിക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും. തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം ലഭിക്കുന്നത്. രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ഓപ്ഷൻ ഡി ലോകസഭയുടെ അധ്യക്ഷൻ ലോകസഭയുടെ സ്പീക്കറാണ്. തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. രാഷ്ട്രപതിയാണ് കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. അതുകൊണ്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. തെരഞ്ഞെടുപ്പ് പ്രകാരമല്ല ഗവർണറെ നിയമിക്കുന്നത്. 84ാമത്തെ ചോദ്യത്തിലേക്ക് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അനുച്ഛേദം 32 വിശേഷിപ്പിച്ചത് ഇവരിൽ ആരാണ്? സരോജിനി നായിഡു, സർദാർ വല്ലഭായി പട്ടേൽ, ഡോക്ടർ BR അംബേദ്കർ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ശരിയായ ഉത്തരം ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്താണ് അനുച്ഛേദം 32 പറയുന്നത്? അനുച്ഛേദം 32 പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അഥവാ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഇത് പൗരന്മാർക്ക് തങ്ങളുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനും സുപ്രീം കോടതിയിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാനുമുള്ള അധികാരം നൽകുന്ന ഒന്നാണ്. ഈ അവകാശം മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനും ഗ്യാരണ്ടിയുമാണ്. കൂടാതെ ഇതൊരു മൗലിക അവകാശം കൂടിയാണ്. ഇതുകൊണ്ടാണ് BR അംബേദ്കർ ഇതാണ് അനുച്ഛേദം 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് താഴെ പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സംസ്ഥാനങ്ങളുടെ പേരുമാറ്റലാണോ? ബി സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രൂപീകരണമാണോ? നിർദ്ദേശക തത്വങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണോ?
സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടതാണോ? ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എയും ബിയും സംസ്ഥാനങ്ങളുടെ പേരുമാറ്റലും സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭാ രൂപീകരണവും ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളാണിവ. 86-ാമത്തെ ചോദ്യം, 2025 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? 30 ദിവസമാണ് ശരിയായ ഉത്തരം. 30 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകണം. 87-ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണോ, യശവർദ്ധൻ കുമാർ സിൻഹയാണോ, ഹീരാലാൽ സമാറിയയാണോ, പാലാട്ട് മോഹൻദാസ് ആണോ? ഓപ്ഷൻ സി ഹീരാലാൽ സമാറിയയാണ് ശരിയായ ഉത്തരം. അദ്ദേഹത്തിന്റെ കാലാവധി 2025 സെപ്റ്റംബർ 13 വരെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക, പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യസാധനങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക, ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പുവരുത്തുക. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. എയും ബിയുമാണ് ശരിയായ ഉത്തരം. സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുന്നതും പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യസാധനങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ചുമതല. എന്ത് പ്രകാരം? ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പ്രകാരം. 89-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ ഗുണഭോക്താക്കൾ ആരെല്ലാം? പട്ടികജാതി പട്ടികവർഗ യുവതി യുവാക്കൾ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്ന യുവതി യുവാക്കൾ, വീടുള്ളവർ, പിന്നെ വീടുള്ള പിന്നോക്ക വിഭാഗത്തിലെ യുവതി യുവാക്കൾ, വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതി യുവാക്കൾ. അതിൽ കൺഫ്യൂഷൻ ആക്കുന്നതാണ്. ഇത് ചോദ്യം ഡിലീറ്റ് ആയി പോവുകയായിരുന്നു ചെയ്തത്. കാരണം എന്താണ്? രാജ്യത്തെ ജനങ്ങളിൽ കായിക തൊഴിൽ ചെയ്യുവാൻ സന്നദ്ധതയുള്ള ആർക്കു വേണമെങ്കിലും എന്തിന്റെ ഭാഗമാകാവുന്നതാണ്? തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ്. 100 ദിവസമാണ് തൊഴിൽ ഉറപ്പുവരുത്തുന്നത്. തൊഴിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 100 ദിവസത്തെ വേതനം ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതി കൂടിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതുകൊണ്ട് ആ ചോദ്യം ഡിലീറ്റ് ആയി പോവുകയായിരുന്നു. 90-ാമത്തെ ചോദ്യം, 2005 ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതികൾ കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി വനിതാ കമ്മീഷനാണോ, സംസ്ഥാന പോലീസ് മേധാവിയാണോ, ജില്ലാ മജിസ്ട്രേറ്റ് ആണോ, മനുഷ്യാവകാശ കമ്മീഷനാണോ? ഇതൊന്നുമല്ല. ഇതൊക്കെ തെറ്റായ ഉത്തരമാണ്. ഈ ചോദ്യവും ഡിലീറ്റായി പോവുകയായിരുന്നു. ജില്ലാ പ്രൊട്ടക്ഷൻ ഓഫീസർക്കോ പോലീസിനോ മജിസ്ട്രേറ്റിന് മുൻപാകെ നേരിട്ടോ പരാതി സമർപ്പിക്കാം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതുകൊണ്ട് അതൊന്നും ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് ഈ ചോദ്യം ക്യാൻസലായി പോയി. 91-ാമത്തെ ചോദ്യത്തിലേക്ക്, താഴെ പറയുന്നവയിൽ കാർഷിക വിപ്ലവം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണോ, ചാന്നാർ ലഹളയാണോ, മലബാർ ലഹളയാണോ, കുറിച്യ കലാപമാണോ? ഈ ചോദ്യവും ഡിലീറ്റ് ആയി പോവുകയായിരുന്നു. പക്ഷേ കാർഷിക വിപ്ലവവുമായിട്ട് അല്പമെങ്കിലും ബന്ധമുള്ളത് ഓപ്ഷൻ സി മലബാർ ലഹളയ്ക്കാണ് എന്ന് നമുക്കറിയാം. നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂർ ഭരണപരിഷ്കാരത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ്. അതുപോലെ ചാന്നാർ ലഹള എന്ന് പറയുന്നത് സ്ത്രീകൾ, നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ്. പിന്നെ മാപ്പിള കലാപം അല്ലെങ്കിൽ മലബാർ റബല്യൻ, മാപ്പിള ലഹള, മലബാർ കലാപം, ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു പോരുന്നു. ഖിലാഫത്ത് സമരം എന്നറിയപ്പെടുന്നതും ഇതുതന്നെയാണ്. പൊന്നാനി, വള്ളുവനാട്, ഏറനാട്, കോഴിക്കോട് താലൂക്കുകളിൽ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിലെ മാപ്പിളമാർ ആരംഭിച്ച സായുധ കലാപമാണ് മലബാർ കലാപം. പിന്നെ ഓപ്ഷൻ ഡി എന്തായിരുന്നു? കുറിച്യ കലാപം. അത് മലബാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടന്ന പോരാട്ടമാണ് കുറിച്യ കലാപം. അപ്പൊ അല്പമെങ്കിലും ബന്ധമുള്ളത് ഓപ്ഷൻ സി മലബാർ കലാപത്തിനാണ്. പക്ഷേ ചോദ്യം ക്യാൻസലായി പോവുകയായിരുന്നു.
92ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ആത്മോപദേശ ശതകം, അദയേധ ചിന്താ പദ്ധതി, വേദാന്ത സംഗ്രഹം, ദർശനമാല. ശരിയായ ഉത്തരം ഏതാണ്? ബി ആൻഡ് സി. അതായത് അധേയത ചിന്താ പദ്ധതിയും വേദാന്ത സംഗ്രഹവും അദ്ദേഹവുമായി ബന്ധപ്പെട്ടതല്ല. ആത്മോപദേശ ശതകത്തിന്റെയും ദർശനമാലയുടെയും കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. 93ാമത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ഇല്ലെങ്കിലും നമ്മൾ ഉത്തരം പറയും 1907 ആണ് ശരിയായ ഉത്തരം. 94ാമത്തെ ചോദ്യം, നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത് ഇവരിൽ ആരാണ്? സി കേശവനാണോ, പി കെ കുഞ്ഞുവാണോ, മന്നത്തു പത്മനാഭനാണോ, എൻ വി ജോസഫ് ആണോ? ശരിയായ ഉത്തരം NSSന്റെ സ്ഥാപകനായ ഭാരത കേസരി എന്നറിയപ്പെടുന്ന മന്നത്തു പത്മനാഭൻ ഈ കൂട്ടത്തിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്ത വ്യക്തിയാണ്. 95ാമത്തെ ചോദ്യം, കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യ തൊഴിലാളി പ്രസ്ഥാനം ഏതാണ്? എല്ലാവർക്കും അറിയാം, തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ ആണ് ശരിയായ ഉത്തരം. 96ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ ആരാണ്? മോണ്ടേക് സിംഗ് അഹവാലിയ ആണോ, ഡോക്ടർ KC പന്ത് ആണോ, സുമൻ ബാറി ആണോ, രമേശ് ചന്ദ് ആണോ? സുമൻ ബാറി എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ ശരിയായ പേര് സുമൻ കെ ബേറി എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 97ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയത്? ഭേദഗതി 86, 76, 42, 104. ഏതാണ് ശരിയായ ഉത്തരം? ഭേദഗതി അല്ലെങ്കിൽ അമെൻമെന്റ് 86 പ്രകാരമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായത്. 98ാമത്തെ ചോദ്യത്തിലേക്ക്, കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 98, 2008, 88, 2006. 2008 ആണ് തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. 99ാമത്തെ ചോദ്യത്തിലേക്ക്, കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് ഓപ്ഷൻ പോലും വേണ്ട, പഴശ്ശിരാജയാണ് ശരിയായ ഉത്തരം. സർദാർ KM പണിക്കർ രചിച്ച പ്രസ്തുത നോവലിന് ശേഷം, കേരള സിംഹം എന്ന നോവലിന് ശേഷം, അത് പഴശ്ശിരാജയെ കുറിച്ചുള്ളതാണ്. അതിനുശേഷം പഴശ്ശിരാജ അറിയപ്പെടുന്നത് കേരള സിംഹം എന്നാണ്. പഴശ്ശിരാജയെ ആധാരമാക്കിക്കൊണ്ട് കേരള സിംഹം പഴശ്ശിരാജ എന്ന സിനിമ രചിച്ചത് അല്ലെങ്കിൽ അതിന്റെ തിരക്കഥ രചിച്ചത് MT വാസുദേവൻ നായരാണ്. സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അവസാനത്തെ ചോദ്യം, SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ്? വളരെ എളുപ്പമുള്ളത്, PSC ലെവലിനേക്കാൾ താഴെയുള്ള ചോദ്യമാണ്. ഓപ്ഷൻ പോലും നമുക്ക് വേണ്ട. എന്നിരുന്നാലും കുമാരനാശാനാണോ, ഡോക്ടർ പൽപ്പു ആണോ, സി കേശവനാണോ, N കൃഷ്ണനാണോ? ശരിയായ ഉത്തരം N കുമാരനാശാനാണ് SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഒടുവിൽ നടന്ന HSST പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ നിലവാരം, ആ ചോദ്യങ്ങളുടെ രീതി, മാതൃക, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സെഷൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെയൊക്കെ വിശദാംശങ്ങളും വിശദീകരണങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ പല പല സെഷനുകളും ഉണ്ടാകും. ആ ചോദ്യം പേപ്പറിനെ ഒന്ന് പരിചയപ്പെടാൻ മാത്രമായിട്ടാണ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.